സ്നേഹമുള്ള കൂട്ടുകാരെ, പരീക്ഷയ്ക്ക് ഒരുക്കമായിട്ടുള്ള എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, കഴിഞ്ഞ റോഡ് മാപ്പിൻ്റെ 2 ഫേസുകൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ 3ഉം 4ഉം ഫേസ് എന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കുക. 3ാമത്തെ ഫേസിൽ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ പ്രാക്ടീസ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയത് അവിടെയാണ്. നമ്മൾ എന്ത് ചെയ്യണം? വരും വർഷങ്ങളിലെ, അതായത് കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ക്ലിയർ ചെയ്യാനായിട്ട് നോക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കുറച്ചായിട്ട് എഴുതല്ലേ. എങ്ങനെ? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്കൊരു ഉദാഹരണമായിട്ട് 3 മണിക്കൂറത്തെ പരീക്ഷ ഉണ്ടെങ്കിൽ ആ 3 മണിക്കൂറും വെച്ച് വേണം നമ്മൾ പരീക്ഷ എഴുതി പഠിക്കാനായിട്ട്. അപ്പോഴാണ് നമുക്ക് ടൈമും മറ്റു കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അതോടൊപ്പം എന്ത് ചെയ്യണം? ആ സമയത്ത് നമ്മുടെ സമയവും കാര്യങ്ങളും നമ്മൾ എങ്ങനെയാണോ ബോർഡ് എക്സാം എഴുതുന്നത് ആ രീതിയിൽ തന്നെ എഴുതാനായിട്ട് സാധിക്കണം. ഈ എക്സാമിന് ശേഷം നമ്മൾ തന്നെ നമ്മുടെ പേപ്പർ വാല്യൂ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ആരുടെയെങ്കിലും കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പം നമ്മുടെ എവിടെയൊക്കെയാണ് നമുക്ക് മിസ്റ്റേക്ക് വന്നതെന്ന് നമുക്ക് ആദ്യത്തെ ഒരു പ്രിലിംസ് ഒക്കെ കഴിയുമ്പോൾ മനസ്സിലാകും. അതിനുശേഷം എന്ത് ചെയ്യണം? അതിനുശേഷം നമ്മുടെ ചില പിള്ളേരുണ്ട്, എഴുതുമെന്ന കാര്യത്തിൽ വളരെ സ്ലോ ആണ്. നമ്മുടെ സ്പീഡ്, അക്യൂറസിനെയൊക്കെ നമ്മൾ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അതോടൊപ്പം നമ്മുടെ പ്രസൻറ്റേഷൻ സ്റ്റൈല്, ഓരോ പ്രാവശ്യം നമ്മൾ ഈ മോക്ക് ടെസ്റ്റുകൾ എഴുതുമ്പോഴും നമ്മുടെ പ്രസൻറ്റേഷൻ്റെ നീറ്റ്നെസ്സും അതിൻ്റെ കീ പോയിന്റ്സിനെ എങ്ങനെയാണ് ഹൈലൈറ്റ് ചെയ്യുന്ന ആ കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യതയോടുകൂടി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്ത ഫൈനൽ ഫേസ് ആണ് എക്സാം ഡേയ്സ് എന്ന് പറഞ്ഞാൽ എക്സാമിന് ഒരാഴ്ച മുമ്പ്. ഈ സമയങ്ങളിൽ നമ്മൾ പ്രത്യേകമായിട്ട്, അല്ലെങ്കിൽ ഈ ഒരുക്കുന്ന സമയത്ത് നമ്മുടെ ഉറക്കത്തെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. നമുക്കറിയാം, നമ്മുടെ ബ്രെയിൻ പ്രൊഡക്റ്റീവായിട്ട് നിൽക്കണമെങ്കിൽ മിനിമം ഒരു 7 മണിക്കൂർ, 6 മുതൽ 7 മണിക്കൂറെങ്കിലും ഉറങ്ങാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, നമ്മൾ ഏതൊക്കെയാണ് ഭക്ഷണ സാധനങ്ങൾ കഴിക്കേണ്ടത്. നമ്മൾ ഇന്നാളെ അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു വീഡിയോയിൽ ചെയ്യുകയുണ്ടായി. നമ്മൾ ഈ ദിവസം നമ്മൾ പച്ചര ഇലവർഗ്ഗങ്ങൾ കൂടുതൽ കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ ദിവസവും ബദാമൊക്കെ വെള്ളത്തിലിട്ട് കഴിക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ നമ്മുടെ ബ്രെയിൻ സെൽസിനെ റിജുവിനേറ്റ് ചെയ്യാനായിട്ട് നല്ലതാണ്. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം? നമ്മൾ മാക്സിമം ഒരു 2 ലിറ്ററോ 2.5 ലിറ്ററോ ഒക്കെ നമ്മുടെ ഒരു തൂക്കമൊക്കെ അനുസരിച്ച് വെള്ളമൊക്കെ കുടിക്കുന്നത് നല്ലതാണ്. അങ്ങനെ നമ്മുടെ ശരീരത്തെ എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കാണ്ട് പറ്റണം. അതോടൊപ്പം ഈ സമയത്ത് എന്ത് ചെയ്യണം? ഈ എക്സാമിൻ്റെ സമയത്ത് നമ്മൾ പുതിയ കാര്യങ്ങളൊന്നും പഠിക്കാനായിട്ട് പോകല്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഉണ്ടാക്കി വെച്ച ഫ്ലാഷ് കാർഡും മറ്റു കാര്യങ്ങളുണ്ട്, അത് നോക്കിയിട്ട് നമ്മൾ റിവൈസ് ചെയ്യണം. കീ പോയിന്റ്സിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതോടൊപ്പം തന്നെ എക്സാമിൻ്റെ ദിവസങ്ങളിൽ എങ്ങനെയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അതിനുവേണ്ടി ഒരുങ്ങുന്ന കാര്യങ്ങളെക്കുറിച്ച് മുന്നോട്ടുള്ള ടോക്കുകളിൽ നമ്മൾ കൂടുതലായിട്ട് പഠിക്കും. അതുകൊണ്ട് നമുക്ക് ഈ ഒരു 4 ഫേസ്, ഈ ഒരു 5 ഫേസ് ഉണ്ട് എക്സാമിൻ്റെതായ 4-5 ഫേസുകളിൽ വളരെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അതിനെ ഏറ്റവും മനോഹരമായിട്ട് ചെയ്യുവാനും ഒക്കെ ആയിട്ട് നമുക്ക് സാധിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു എക്സാം ദിനം ആശംസിക്കുകയാണ്. നന്നായിട്ട് ഒരുങ്ങി പഠിച്ച് നല്ല മാർക്കോട് കൂടി പാസ്സായെങ്കിലാണ്, നമുക്കറിയാം, നമുക്ക് ഈ ഒരു 10ഉം 12ഉം ഒക്കെ നമ്മുടെ കരിയറിനെ നിശ്ചയിക്കുന്ന സമയങ്ങളാണ്. അപ്പോൾ അതിനു വേണ്ടി നന്നായിട്ട് ഒരുങ്ങി നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് കിട്ടിയെങ്കിലാണ് നല്ല കോളേജിൽ നമുക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടിക്കഴിയുമ്പോഴാണ് നല്ല ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റുകൾ നമുക്ക് കിട്ടുള്ളൂ, നല്ല കമ്പനികളൊക്കെ വന്ന്. അപ്പോഴാണ് നമുക്ക് നല്ല ജോലി സാധ്യതകൾ, നമ്മുടെ സാലറി ഹൈക്കൊക്കെ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എക്സാമിനായിട്ടുള്ള എല്ലാ ദൈവാനുഗ്രഹങ്ങളും ആശംസിക്കുന്നു.